ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത ശേഷം പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയട്ടെ, പെട്രോൾ ഡീസൽ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. 3 രൂപയാണ് പെർ ലിറ്ററിന് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ 97 റുപ്പീസും നമുക്ക് 100+ വരും. അറിയാം, ഇവിടുത്തെ ടാക്സ് കൂടുതലാണെന്ന് അറിയാമായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ വാറിൻ്റെ ഇമ്പാക്റ്റ് പതുക്കെ വന്നു തുടങ്ങി. സർക്കാരും അതിൻ്റെ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കിപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചധികം കെയർഫുൾ ആയിരിക്കണം മാർക്കറ്റിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യണത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 193 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ് ട്രേഡ് ചെയ്യണത്. S&P ആൻഡ് നാസ്ഡാക്ക് പോസിറ്റീവ് ക്ലോസിംഗിലും ആയിരുന്നു. ബട്ട് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ആണ്. യൂറോപ്യൻ മാർക്കറ്റ് പൊതുവെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നമുക്കിവിടെ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സിൽ വാർ ഇമ്പാക്റ്റ് ആവാനാണ് പോസിബിലിറ്റി. ഒരു ടോട്ടലി നെഗറ്റീവ് ലൈനിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി നിലവിൽ 70 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് മാർക്കറ്റ് മേ ബി ഒരു 100 പോയിന്റ്സ് വരെയൊക്കെ ഡൗൺ സൈഡ് ഓപ്പണിങ്ങിലേക്കാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ പോകുന്നത് ഇപ്പോൾ നിലവിൽ 34 പോയിന്റ്സ്. ഓക്കെ, നല്ല ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അവസാന നിമിഷം ഒന്നുകൂടെ നോക്കാം. എന്തായാലും ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. നിക്കി 445 പോയിന്റ്സ് ഡൗൺ ആണ്. സ്ട്രേറ്റ് ടൈംസ് 9 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് ഹാങ്സൺ 9 പോയിന്റ്സ് ഡൗൺ ആണ്. തായ്വാൻ വെയിറ്റഡ് മാത്രമാണ് ഒന്ന് പെർഫോം ചെയ്ത് നിൽക്കുന്നത്. 553 പോയിന്റോളം പെർഫോം ചെയ്ത് നിൽക്കുന്നത് തായ്വാൻ വെയിറ്റഡ് മാത്രമാണ്. ഓക്കെ, ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സ് ഡൗൺ സൈഡാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ ഏകദേശം തീരുമാനിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ലെവൽസ് എല്ലാം അതുപോലെ കീപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, നമ്മൾ വരച്ച ലെവൽസിൽ തന്നെയാണ് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ സപ്ലൈ എടുത്തു ആൻഡ് തിരിച്ചു വന്നു, വീണ്ടും സപ്ലൈ എടുത്തു ആൻഡ് മാർക്കറ്റ് ഒരു മൂന്നാമത്തെ തവണ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ആ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്തു. കണ്ടില്ലേ, ഈ ഒരു സോണിൽ മാർക്കറ്റ് സപ്ലൈ എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്നും മാർക്കറ്റ് പലതവണ ആ സപ്ലൈ റിയാക്ഷൻ നടത്തി ആൻഡ് തിരിച്ച് ആ സപ്ലൈ ബ്രേക്ക് ചെയ്തു. നല്ലൊരു മൂവ്മെന്റ് കിട്ടി. ആൻഡ് മാർക്കറ്റ് വീണ്ടും ആ സപ്ലൈ സോൺ നമ്മൾ വരച്ചിരിച്ച സോണിന്റെ അടുത്ത് തന്നെ ലൈൻ കണ്ടല്ലോ, 23,700 ആ ലൈനിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു സോണിന്റെ അടുത്തെത്തിയപ്പോൾ മാർക്കറ്റിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. ആൻഡ് ഇനി അടുത്തുള്ള സോൺസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൺസിലേക്കായിരിക്കണം മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കി. ആ ഒരു ഡിസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് അഗ്രസീവ് ട്രേഡിങ്ങിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ തന്നെ മാർക്കറ്റ് ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സോൺസ് ആയിരിക്കും അറ്റാക്ക് ചെയ്യാം. ആൻഡ് അല്ലെങ്കിൽ അതൊരു ഡിമാൻഡ് സോൺ അറ്റാക്ക് ചെയ്യാം. അപ്പം ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് വരികയാണെങ്കിൽ മേ ബി ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം ഒന്നെങ്കിൽ താഴോട്ട് തന്നെ ഈ ഒരു ഡിമാൻഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്ത ശേഷം മുകളിലോട്ട് ഒരു മൂവ്മെന്റും കൂടെ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സോൺസിലൊക്കെ മാക്സിമം മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഇവിടെ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് ഒന്ന് ഹൈ തന്ന ഒരു സോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മേ ബി ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മേ ബി ഒരു സ്ട്രെങ്ത് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്താലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഡിമാൻഡ് മാർക്കറ്റിൽ ബയേഴ്സ് എൻ്റർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ലെവൽസ് എല്ലാം ഇതേപോലെ കീപ്പ് ചെയ്യാം. ഈ ഡൗൺ സൈഡ് വരുവാണെങ്കിലും ഈ ഒരു ലെവൽസ് നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, മൈനർ ലെവൽസ് ആണ് ഞാൻ ഈ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു നിഫ്റ്റി പാറ്റേണിലായിരിക്കും ഞാൻ എൻ്റെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് സ്വിംഗ് ട്രേഡ് എടുക്കാനാണെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് മാർക്കറ്റ് ഓരോ ഏരിയയും ബ്രേക്ക് ചെയ്യുന്ന സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും ഞാൻ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കാനാണെങ്കിലും തീരുമാനിക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ന്യൂസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂസസ് പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ്, എയ്തർ ഇൻഡസ്ട്രീസ്, ആംബർ, ആലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ബജാജ് ഇലക്ട്രിക്കൽസ്, ഗ്ലാൻഡ് ഫാർമ, ഗോഡ്ഫ്രേ ഫിലിപ്സ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ITC ഹോട്ടൽസ്, കിംസ്, NCC, പ്രീമിയർ എനർജീസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് സിംഫണി റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് ബി പ്രിപ്പയർഡ്. ഓക്കെ, മെയ് 16 നാളെ റിസൾട്ട് വരുന്നതിന് ലേറ്റൻ വ്യൂ, തത്വചിന്തൻ ഫാർമ, യുണോമിൻഡ്യ, വെസ്റ്റേൺ കാരിയേഴ്സ് ആൻഡ് ഡെലിവറി, ഇതാണ് പ്രധാന കമ്പനികൾ റിസൾട്ട് വരുന്നത്. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്ന കമ്പനിയിൽ നിന്ന് അത് പരിശോധിക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിന്റെ പ്രോഫിറ്റ് ഫോൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. 8,470 കോടിയിൽ നിന്നും 5,783, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫോൾ ആണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോളോ ടയേഴ്സിനാണെങ്കിൽ 184 കോടിയിൽ നിന്നും 241 കോടിയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. LT ഫുഡ്സ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോൾ ചെയ്തിട്ടുണ്ട്, ബട്ട് റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ദിലീപ് ബിൽക്കോൺ ആണെങ്കിൽ പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. JSW സ്റ്റീലിന്റെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തു എന്നുള്ളതാണ്
1500 കോടിയിൽ നിന്നും 16,370 കോടിയിലേക്ക് JSW സ്റ്റീലിന്റെ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓൾസോ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സോ എന്താണ് JSW സ്റ്റീൽ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കണം. ഷീല ഫോമിന് പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസിന്റെ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ജി ഷിപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട്സ് ആണ്. 363 കോടിയിൽ നിന്നും 1044 കോടിയിലേക്ക് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോൾട്ടാസിനാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. 241 കോടിയിൽ നിന്ന് 116 കോടിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കുറച്ചധികം ന്യൂസസ് ഇന്ന് നിലവിലുണ്ട്. പോസിറ്റീവ് ന്യൂസസും എല്ലാം നിലവിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് JSW സ്റ്റീലിന്റെ ചാർട്ട് ഞാൻ പരിശോധിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് ഒരു അപ്പ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. കണ്ടില്ലേ, JSW സ്റ്റീലിന്റെ ഒരു മന്ത്ലി ചാർട്ടാണ് എടുത്തേക്കുന്നത്. വീക്ക്ലി നോക്കാം. ആൻഡ് ഒരു വീക്ക്ലി ചാർട്ട് ആദ്യം നോക്കിയ ശേഷം നമുക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് പൊതുവേ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ആണ് വീക്ക്ലിയിലും കാണുന്നത്. അപ്പോൾ വീക്ക്ലി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹയർ ഹൈ തരും തോറും നല്ലൊരു ഡൗൺ സൈഡും ഈ ഒരു സ്റ്റോക്ക് തന്നാണ് പോകുന്നത്. സോ ഒരു എന്താ പറയുക 12-14% അപ്സൈഡ് പോയാൽ പോലും മാർക്കറ്റ് ഡൗൺ സൈഡ് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ വീക്ക്ലി ചാർട്ട് നോക്കിക്കോണം. വീക്ക്ലി ചാർട്ടിൽ ആ ഒരു മൊമെന്റം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്സൈഡ് പോകുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് താഴോട്ട് വരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു കണ്ടിന്യൂസ് എൻട്രി എടുക്കുന്ന ആളുകൾക്ക് അത്രയും ഡൗൺ സൈഡ് മൊമെന്റവും കൂടെ എന്താ പറയുക ഉൾക്കൊള്ളാനുള്ള ഒരു കാലിബർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഒരു ലോങ് എൻട്രി എടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ പറയുക ഒരു പാനിക് സിറ്റുവേഷനിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം നിലവിൽ ഇവിടുത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഏത് ഏരിയയിലാണ് ഹോൾഡ് ചെയ്യുന്നത് മാർക്കറ്റ്? സപ്ലൈ ടെസ്റ്റ് 1300 റേഞ്ചിൽ സപ്ലൈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഡെയിലി ചാർട്ട് എടുക്കാം. ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോഴും മാർക്കറ്റ് സപ്ലൈ ടെസ്റ്റിംഗ് വളരെ വിസിബിൾ ആയിട്ട് കാണാം. ആൻഡ് ഇപ്പം ഇന്ന് നല്ല റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് ആയിരിക്കാം മേ ബി ഇന്ന് നീങ്ങുന്നത്. ആൻഡ് നമുക്ക് എന്തായാലും JSW സ്റ്റീൽ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷനും ബേസ് മൂവ്മെൻറ്റും എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം JSW സ്റ്റീൽ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. എന്താണ് ഇന്നത്തെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സെപ്ഷണൽ റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൻ്റേതായൊരു ഗുണം തരാതിരിക്കില്ല. പിന്നെ DIA ക്യാപ്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നല്ല ന്യൂസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ട്രേഡ്സ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ടുകളെല്ലാം എൻ്റെ കണ്ണിൽപ്പെടുന്നതെല്ലാം നമുക്കിപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു.